ഗായ്സ്, നമ്മൾ ഇന്ന് വെള്ളം ഇടാൻ പോവുകയാണ്. ഇന്ന് വെള്ളം ഇടാൻ പോകുന്ന വ്ളോഗ് പാർട്ട് 2 ആണ്. ഇപ്പം മീനെ അന്ന് നിങ്ങൾ കാര്യമൊക്കെ നമുക്കിനി വെള്ളം ഇടാനുള്ള കാട്ടുവഴിയാണിത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതാക്കുന്നതെന്ന്. ഗായ്സ്, നമുക്ക് പോകുക. ഗായ്സ്, ഇവിടെ നിന്നൊക്കെ മാങ്ങ ഇറക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഫുൾ ഒരു വർഷം മൊത്തം ഇവിടെയാണ് നിന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പന്നിശല്യം കാരണമാണ് ഓരോ ആൾക്കാർ എന്നും പോകുന്നു. ഇതൊക്കെ ഈ വീട്ടുകാരുടെ പറമ്പാണ്. അവരിത് കൊടുത്തു, പന്നിശല്യം കാരണം കൊടുത്തു. പക്ഷെ അവരിപ്പോൾ ഇവിടെ ഒരു ഉപകാരമില്ല, ആരും വരുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് എടുക്കാം. ഇഷ്ടമുള്ളവർക്ക് വേണം ഇതിനകത്തുനിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാം. മാങ്ങ വേണം, മാങ്ങ പറിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളവർക്ക്. കിണറ്റിൽ നിന്ന് വേണം വെള്ളം എടുക്കാം, മാങ്ങ പറിക്കാം. അങ്ങനെയാണ് നമ്മുടെ യാത്ര. ഇനി അവസാനിക്കുന്നില്ല, നമ്മളിനും തുടർന്നതേ ഉള്ളൂ. പാർട്ട് 2 ആണ്. നമ്മളിനി വെള്ളം ഇടാനാണ് പോകുന്നത്. ഗൈസ്, ഈ കായ്ക്ക് ഞങ്ങളിവിടെ പറയുന്നത് മൽബറി കായ എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്നാണ് ഇത് പറയുന്നത്? ഗൈസ്, അതങ്ങനെ എടുത്തിരിക്കുന്നു. ഇനി ഇതങ്ങനെ എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കുറേ നടക്കാനുണ്ട്. അത്യാവശ്യം പുളിയുണ്ട് ഗൈസ്. ഭയങ്കര കാടാണ്, വീഴാതെ വേണം. വീഴാൻ പിന്നെ കൊക്കയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പുളിയാണ് ഗൈസ്. ഒക്കെയാണ് കാട് ഗൈസ്. ഇത് പന്നി കുത്തിയതാണ്. ഇവിടെ പന്നിശല്യം കാരണമാണ് ആൾക്കാർ പോകുന്നത്. ഇത് പന്നി കുത്തിയതാണ്, അതുകൊണ്ടാണ് ഈ കല്ലൊക്കെ മറിച്ചിട്ടേക്കുന്നത്. ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ദിവസമാണ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ആ വെള്ളത്തിൻ്റെ ഇനി മുഖമൊക്കെ കഴുകണം. ഫ്രഷ് വെള്ളമാണ് ഗൈസ്. അവിടെ നിന്നാണ് ഞങ്ങളെല്ലാം വെള്ളം അടിക്കുന്നത്. അവിടെ ഇവിടെ നിന്നൊക്കെ പണ്ടൊക്കെ വന്നിട്ട് ഞാൻ വീണ്ടൊക്കെ ഉള്ളതാണ്. അമ്മയുടെ വന്നിട്ട് വീണ്ടൊക്കെ ഉള്ളതാണ്. ഉണ്ട് ഗൈസ്, ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഈ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഈ സ്ഥലം തണുപ്പായിരിക്കും. വേനൽക്കാലത്ത് ഇവിടെ നിൽക്കത്തേ ഇല്ല, ഫുള്ള് ചൂടായിരിക്കും. ഇപ്പം തന്നെ വേർത്തൊഴിക്കുക ഞാൻ. ഇനി ഇവിടെ കണ്ടോ, നല്ല എന്നാ ഭംഗിയാണ്. നോക്ക്, ഓരോരോ സാധനങ്ങളും. ഇതൊക്കെ പന്നി കുത്തിയതാണ് ഗൈസ്. ഇതൊക്കെ പന്നി കുത്തിയതാണ്. ഇതുകൊണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ഹൗസിൻ്റെ കണക്ഷനാണ്. ഇതൊക്കെ ഇതൊക്കെ കേട്ടോ, പന്നികളുടെ പരിപാടികളാണ്. ഒന്നുകൂടെ വെറും മോശക്കാരാണ്. നാട് നശിപ്പിക്കാൻ ഇറങ്ങുകയാണ് പന്നികൾ. നോക്കുക, ഇതുവഴി നമുക്ക് വഴിയുണ്ട് വീട്ടിലോട്ട് പോകാൻ. ഇതുവഴി പോകാം. ഇതിപ്പം നമ്മൾ വെള്ളം ഇടാനാണ് പോകുന്നത്. അവിടെ പാമ്പൊക്കെ ഉള്ളതാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ വെള്ളം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ നടക്കാം. ഭക്തിയുണ്ട്. ഇപ്പോൾ ഓരോ നട്ട കുഴികളാണ്. അതിപ്പം മുറിച്ച് കുറച്ച് പേരെ ഇവിടെ നടും. ഉണ്ടോ നല്ല രസമാണ് ഇങ്ങനെ നടക്കാൻ. ഇവിടെ വേറൊരു പാറയുണ്ട്, മനുഷ്യൻ്റെ രൂപത്തിലുള്ളൊരു പാറയുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, സീം പാറ. ഇതൊക്കെ പന്നി കുത്തിയതാണ്. ഉണ്ടോ, ഇതിനി ഒരു വലിയ സ്ഥലം കയറണം. ഒരു വലിയ സ്ഥലം കയറണം. എന്നൊക്കെ ഈ വീഡിയോ ഒന്നും ഇല്ലാത്തപ്പം കൈയൊക്കെ പറ്റാതെ ഇപ്പം ഫോണും കൈകളൊക്കെ ബുദ്ധിമുട്ടി ആണ് ജസ്റ്റ് കയറുന്നത്. നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പോവും. വരാൻ നേരത്ത് വേണം കുറച്ച് നേരം ഇരിക്കാവേ കേട്ടോ. ഇവിടെയൊക്കെ നല്ല പാറകളാണ്. പണ്ട് പോകുമ്പോൾ പാമ്പിനെയൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് അതൊക്കെ വേറെ ആൾക്കാരിങ്ങനെ വെള്ളം എടുത്തിട്ട് പോകുന്നതാണ്. ഇപ്പോൾ അവിടെയൊക്കെ വെള്ളമുണ്ട്.
ഞങ്ങളുടെ അവിടെ ഒരു കുഞ്ഞു തോടുണ്ട്. അതുവഴിയൊക്കെ മഴക്കാലം ആകുമ്പോൾ വെള്ളമൊക്കെ വരത്തുള്ളൂ. ഇപ്പോഴൊന്നും വെള്ളം വരത്തില്ല. ഉണ്ടോ കൊതുകൊക്കെ കൈ വന്നിരിക്കുന്നുണ്ടോ? ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ഇതുണ്ടേ. ഉണ്ടോ? ഇതിനിപ്പോൾ ഓടിച്ചിട്ടാണ്. ഭയങ്കര മഴയാണ്. മണ്ടക്ക് മണ്ണ് ആണ്. ഇവിടെ പന്നി പിടിക്കുന്ന പന്നീനെ സാധനമുണ്ട്. അതിപ്പം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം കാണൂലായിരിക്കും. അതിന് കുറച്ചൊക്കെ ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നായിരുന്നു. ഇപ്പം കാണൂലായിരിക്കും. ഇതൊക്കെ ഞാൻ കുറേ വന്നിട്ടുള്ള. ഇത് കഴിഞ്ഞ വർഷത്തെ ലീവിനൊക്കെ ഞാൻ ഇതുവഴി ഇഷ്ടമൊക്കെ വന്നിട്ടുള്ളതാണ്. പ്രത്യേക വൈബാണ്. അവിടെ കുറേ ഒരു പണ്ട് തേനീച്ച കൂടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പോയി കേട്ടോ. അത് പന്നി കുത്തി കളഞ്ഞു. ഒരു തെങ്ങാണ്. ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. കുറച്ചിരിക്കുകയാണ്. അവർ ഫ്രണ്ടിൽ പോയി നമുക്ക് പോകാം. ഇവിടെയൊക്കെ പാമ്പൊക്കെ ഇറങ്ങുന്നതാണ്. ഡെയിലി പാമ്പുണ്ട്. ഞാൻ ഒരു ദിവസം കണ്ടിട്ടുള്ളതാണ് പാമ്പിനെയൊക്കെ. ഒറ്റ പാമ്പിനെ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ട് ഞാൻ അല്ല, ആ പാമ്പിനെ കണ്ട പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പാമ്പിനെ കണ്ട പിന്നെ ഇങ്ങോട്ട് ആദ്യം